കുവൈറ്റിൽ സ്മാർട്ട് ഹോം വെഹിക്കിൾ ഇംപൗണ്ട്മെന്റ് സംവിധാനം നിലവിൽ വന്നു. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ പുതിയ പ്രമേയം പ്രാബല്യത്തിൽ വന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വാഹനങ്ങൾ ഇനി മുതൽ ഉടമകളുടെ വസതികളിൽ തന്നെ തടഞ്ഞുവെക്കാൻ സൗകര്യമൊരുക്കുന്ന സ്മാർട്ട് ഹോം വെഹിക്കിൾ ഇംപൗണ്ട്മെന്റ് സംവിധാനത്തിന് കുവൈത്തിൽ തുടക്കമായി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2026 പ്രമേയപ്രകാരമാണ് പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. പുതിയ ഉത്തരവനുസരിച്ച് മന്ത്രിതല പ്രമേയത്തിൽ ആർട്ടിക്കിൾ 201 പ്രകാരം പിടിച്ചെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള വാഹനങ്ങൾ ഉടമകളുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ തടഞ്ഞുവെക്കാൻ ജനറൽ ട്രാഫിക് വകുപ്പ് അനുമതി നൽകും. തടഞ്ഞുവെക്കുന്ന കാലയളവിലുടനീളം വാഹനം നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക സ്മാർട്ട് ഉപകരണം വാഹനത്തിൽ ഘടിപ്പിക്കും. ഉപകരണം ഘടിപ്പിക്കുന്നതിനായി ട്രാഫിക് ഓഫീസർ വീട്ടിലെത്തുന്ന പക്ഷം 10 കുവൈറ്റ് ദിനാർ അധിക ഇൻസ്റ്റാളേഷൻ ഫീസായി നൽകണം. സ്മാർട്ട് ഹോം ഇംപൗണ്ട്മെന്റ് സേവനത്തിനായി പ്രതിദിനം 2 കുവൈറ്റ് ദിനാർ ചാർജ് ചെയ്യുന്നതാണ്. വാഹനത്തിൽ ഘടിപ്പിച്ച സ്മാർട്ട് ഉപകരണങ്ങൾ കൃത്രിമം കാണിക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്യരുത്. ഉപകരണത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ അതിന്റെ മുഴുവൻ നഷ്ടപരിഹാര തുകയും ഉടമ നൽകേണ്ടി വരും. ട്രാഫിക് വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള യാത്രാ വിലക്കുകളും ചലന നിയന്ത്രണവും കർശനമായി പാലിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുകൾ കണ്ടാൽ ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. കാലാവധി പൂർത്തിയാകുമ്പോൾ ഉപകരണം സുരക്ഷിതമായി അധികൃതർക്ക് തിരിച്ചു നൽകുകയും വേണം. സ്മാർട്ട് ഹോം ഇംപൗണ്ട്മെന്റ് വ്യവസ്ഥകളും നിബന്ധനകളും ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികളും പിഴയും ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.